ഹായ് ഓൾ. എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഓവറോൾ ക്വസ്റ്റ്യൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും ഒരുപാടൊന്നും പുറത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ ആകെ ഒരൊറ്റൊന്നേ നമുക്കൊരു എക്സ്ട്രാ കുറച്ച് പുറത്തുനിന്നുള്ള ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും എസ്-സി-ആർ-ടി, എൻ-സി-ആർ-ടി മാത്രം വെച്ച് നമുക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ കുറച്ച് ടഫ് ആയിട്ടുള്ളൂ. അതും എൻ-സി-ആർ-ടി തന്നെയാണ്. പക്ഷെ നിങ്ങള് അധികം ഭൂരിഭാഗം പേര് അത് കണ്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ഞാനത് പറയാം ഏതാണെന്ന്. അപ്പോ ഓൾറെഡി അത്യാവശ്യം കുറച്ച് പഠിച്ചൊക്കെ തുടങ്ങിയ അല്ലെങ്കിൽ പഠിച്ച് അങ്ങ് ഒരുപാട് കുറച്ച് എക്സാംസ് ഒക്കെ എഴുതിയ ആളുകൾക്ക് ഇത് എവിടുന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അപ്പോ ഞാനിപ്പോ ഇതില് എസ്-സി-ആർ-ടി, എൻ-സി-ആർ-ടി ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഓൾറെഡി പഠിച്ച് സെറ്റ് ആയവർക്ക് വേണ്ടിയിട്ടല്ല. ജസ്റ്റ് പുതുതായിട്ട് പഠിച്ച് ഐ മീൻ സ്റ്റാർട്ട് ചെയ്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് അതായത് എസ്-സി-ആർ-ടി, എൻ-സി-ആർ-ടി ഭാഗത്തുനിന്ന് പോലും ആൻസർ ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് എസ്-സി-ആർ-ടി, എൻ-സി-ആർ-ടി ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ എടുത്ത സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എൻ-സി-ആർ-ടി ഭാഗത്ത് നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിലും കിട്ടും. അപ്പൊ ഏതാണത്? പ്രായപൂർത്തി, വോട്ടവകാശമാണ്. കാരണം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓരോ ഭാഗങ്ങളും ല്ലേ, ഓരോ ആർട്ടിക്കിളുകളും കൃത്യമായിട്ട് ചർച്ചകൾ ചെയ്ത് എല്ലാം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൊണ്ടുവരുന്ന എല്ലാം തന്നെ അങ്ങനെ അങ്ങ് എടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭ എടുത്ത് അംഗീകരിക്കല്ല ചെയ്തിട്ടുള്ളത്. ഒരുപാട് ചർച്ചകളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോന്നും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാല് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ പാസ്സാക്കിയിട്ടുള്ളതാണ് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്ലസ് 1 2 ടെക്സ്റ്റ് ബുക്ക് ആണ് ഉള്ളത് എൻ-സി-ആർ-ടി. ഒന്ന് ഭരണഘടനാ പ്രയോഗത്തിൽ എന്ന് പറഞ്ഞിട്ടും അതിലാണ് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പി-എസ്-സിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ടെക്സ്റ്റ് ബുക്കിലാണുള്ളത്. പിന്നെ വേറൊരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉണ്ട്. അത് കുറച്ചും കൂടെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. ആ ബുക്കിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അത് നമുക്ക് പറയാം. അപ്പൊ ഇത് നോക്ക്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഭരണഘടനാ പ്രയോഗത്തിൽ എന്ന് പറഞ്ഞ എൻ-സി-ആർ-ടി പ്ലസ് 1 ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. ആ ചാപ്റ്ററിലാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തെ കുറിച്ചൊക്കെ പറയുന്നത്. ദാ നോക്കിക്കേ. ഭിന്നാഭിപ്രായമൊന്നും കൂടാതെ പാസാക്കപ്പെട്ട ഭരണഘടനയിലെ ഒരേ ഒരു വകുപ്പാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതിനെ സംബന്ധിച്ചതായിരുന്നു യാതൊരു ഭിന്നാഭിപ്രായവും ഇല്ലാതെ എന്ത് ചെയ്തിട്ടുള്ളത്? പാസാക്കിയിട്ടുള്ളത്. ഓക്കെ. നിശ്ചിത പ്രായമെത്തിയ എല്ലാ പൗരന്മാർക്കും മതം, ജാതി, വിദ്യാഭ്യാസം, ലിംഗവ്യത്യാസം, വരുമാനം എന്നിവയൊന്നും പരിഗണിക്കാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം നൽകുമെന്നാണ് അതിനർത്ഥം. ആർക്കെല്ലാം വോട്ടവകാശം നൽകണം എന്ന വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് എന്ത് ചെയ്തു? തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ ഇതാ നോക്കിക്കേ. അതേസമയം മറ്റെല്ലാ വിഷയങ്ങളും ഗൗരവമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമാക്കി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ജനാധിപത്യ പ്രതിബദ്ധതയ്ക്ക് ഇത് തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യത. അപ്പൊ ഇതില് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വളരെ ബേസിക് ചോദ്യമാണ് അത്. 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ല്ലേ. ഏതൊക്കെയാണ് അത് കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്ന് പറയുന്നത്? ദാ ഫസ്റ്റ്‌ത് തന്നെയാണ് ല്ലേ. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, സെക്യുലറിസം, അഖണ്ഡത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റഗ്രിറ്റി അല്ലേ. അതുപോലെ സെക്യുലറിസം. ഈ 3 വാക്കുകളാണ് എന്ത് ചെയ്തത്? 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എസ്-സി-ആർ-ടിയിലും എൻ-സി-ആർ-ടിയിലും ഒക്കെ ഉണ്ട്. സി-ആർ-ടി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇതും പെട്ടെന്ന് ആൻസർ കിട്ടുന്ന തന്നെയാണ്. എൻ-സി-ആർ-ടി ടെക്സ്റ്റ് ബുക്കിലും എസ്-സി-ആർ-ടിയിലും ഒക്കെ കേശവാനന്ദ ഭാരതി കേസിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. ശരിയാണ്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം തെറ്റാന്നല്ലേ. കാരണം നമ്മള് അങ്ങനെ പഠിക്കുന്നതാണ് ഈ സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 42 ആണോ? അല്ല അല്ലെ 44ാം ഭേദഗതിയിലൂടെയാണ് എന്ന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പം ഇവിടെ ചിലപ്പോ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 42, 44 അതാ 44 1978 സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായിട്ട് മാറി ല്ലേ. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നമ്മളോട് തെറ്റ് കണ്ടുപിടിക്കാനാണല്ലോ പറഞ്ഞത്. നമുക്ക് ബാക്കി വായിക്കാം. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണ്.
ഭരണഘടനയിൽ നിന്ന് എടുത്ത് പുറത്തോട്ടൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ എവിടെയുണ്ട്? സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300 എയിലാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്കിൽ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അതില് മേലെ ഒന്നും നമുക്ക് വേണ്ട. ഞാൻ ജസ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത് മാത്രം വായിക്കാം. 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ചു. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ എൻസിആർടി തന്നെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് സ്വത്തവകാശം എന്ന അവകാശത്തെ മാറ്റുകയും നിയമാനുസൃത അവകാശമാക്കി അനുച്ഛേദം 300 എയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റും എൻസിആർടി തന്നെയാണ്. അടുത്തത് താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തതാണ്. അപ്പൊ അതായത് തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ത്രിതല സംവിധാനം നമുക്കറിയാം പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരേ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണവും പഞ്ചായത്ത് രാജ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ നമുക്കറിയാം 33% അല്ലെങ്കിൽ 1/3 സംവരണം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിന് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധമൊന്നും ഇല്ല. അപ്പൊ പെടാത്തത് ഏതാണ്? അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഏതാണ്? ഡി ആണ്. ഇനി നമ്മുടെ 7ാം ക്ലാസ്സിൽ മാറി വന്ന ടെക്സ്റ്റ് ബുക്കിലെ 7ാം ക്ലാസ്സിൽ പാർട്ട് 2 ഒരു ചാപ്റ്റർ ഉണ്ട്. അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്ററിലാണ് ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതില് ഈ പറയുന്ന പഞ്ചായത്ത് രാജുമായി നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്? 74-ാം ഭേദഗതിയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെയുണ്ട്. ദാ വനിതാ സംവരണം, തെരഞ്ഞെടുപ്പ് ചുമതല, അതുപോലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് എസ്സിആർടി എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീണ്ടും വായിക്കുന്നില്ല. നിങ്ങൾ വായിച്ചാൽ മതി. ഇനി താഴെ പറയുന്നതിൽ ശരിയായ ജോഡി. അപ്പൊ ലിസ്റ്റുകളൊക്കെ നമുക്ക് ലിസ്റ്റുകളിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ തന്നെ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് എൻസിഇആർടി മാത്രം വെച്ചിട്ട് എഴുതാൻ പറ്റും. എൻസിഇആർടിയിൽ കുറച്ചേ കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും അത് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ശരിയായ ജോഡിയാ പറഞ്ഞത്. പ്രതിരോധം കേന്ദ്ര പട്ടികയിൽ തന്നെയാണ്. അതായത് യൂണിയൻ ലിസ്റ്റിലാണ്. പോലീസ് നമുക്കറിയാം എവിടെയാ? സ്റ്റേറ്റിലാ വരിക. ജയിലും എവിടെയാണ്? സ്റ്റേറ്റിലാണ് വരുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇനി സംസ്ഥാന പട്ടിക. കൃഷി സ്റ്റേറ്റിലാണ്. ശരിയാണ്. ദേശീയപാതകൾ നമുക്കറിയാം എന്താണ്? യൂണിയൻ ലിസ്റ്റിലാണ് വരിക. അതുപോലെ തുറമുഖങ്ങൾ. അതുപോലെ തന്നെ ഇത് മേജർ ആണോ മൈനർ ആണോ എന്നൊന്നും കൊടുത്തില്ല. പക്ഷെ നമുക്കറിയാം മേജർ തുറമുഖങ്ങളെല്ലാം തന്നെ എന്താണ്? യൂണിയൻ ലിസ്റ്റിലാണ് വരിക. അപ്പൊ ഇതും എന്താണ്? തെറ്റാണ് അല്ലെ? കാരണം ഇവിടെ സ്റ്റേറ്റ് ആകെ കൃഷി മാത്രമേ ഉള്ളൂ. ഇനി സമവർത്തി പട്ടിക അല്ലെങ്കിൽ നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും അല്ലെ? അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. അപ്പൊ വിദ്യാഭ്യാസം നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റ് തന്നെയാണ്. വനം കൺകറന്റ് ലിസ്റ്റിലാണ്. ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. ഡി എന്തായാലും തെറ്റാ. കാരണം ഒന്നല്ലേ ഉണ്ടാവുള്ളൂ ശരിയായ ജോഡി. അവശിഷ്ടാധികാരങ്ങൾ റെസിഡ്വറി പവേഴ്സ് നമ്മൾ പറയും. വിദേശകാര്യം നമുക്കറിയാം എന്താണ്? അത് യൂണിയൻ ലിസ്റ്റിലാണ്. മൃഗസംരക്ഷണം നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. കറൻസി നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതാണ് ഏത്? നമ്മുടെ സൈബർ നിയമങ്ങൾ നമുക്ക് അവശിഷ്ടാധികാരങ്ങളിൽ ഉൾപ്പെടുത്താം. ഇതാ നോക്കിക്കേ. പ്രതിരോധം, വിദേശകാര്യം ക്വസ്റ്റ്യനിൽ കൊടുത്തത് മാത്രം ഞാൻ കൊടുക്കാണ്. തുറമുഖങ്ങൾ, പിന്നെന്താ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കൃഷി, പോലീസ്, പിന്നെ ഏതാ ഉണ്ടായിരുന്നത്? പോലീസ് അതാ. ജയിൽ ഇവിടെ ഉണ്ട്. പിന്നെ 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 നമ്മള് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ. വിദ്യാഭ്യാസം, വനം, തൊഴിലാളി സംഘടനകളാണല്ലോ നമ്മൾ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൈബർ നിയമങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ അധികം നോക്കാത്ത ഒരു ഭാഗത്തു നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാര്? ഇത് ഞാൻ പറഞ്ഞില്ലേ +1 നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഉള്ളത്. അതിൽ ഇന്ത്യൻ ഭരണഘടന പ്രയോഗത്തിൽ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ എപ്പോഴും ചെയ്യാറുള്ളത്. രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ തിയറി പാർട്ടാണ്. നമ്മുടെ സോഷ്യലിസത്തിനെ കുറിച്ചും പൗരത്വത്തെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചൊക്കെയുള്ള അതിന്റെ ഒരു തിയറിറ്റിക്കൽ പക്ക പ്യുവർ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയില്ലേ, അതാണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ പൊതുവേ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കാറില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം
ഈ ടെക്സ്റ്റ് ബുക്കും എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓടിച്ച് വായിച്ചിട്ട് അതിലുള്ള ഇങ്ങനത്തെ ബുക്കുകള്, പേരുകൾ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തിയറീന്റെ ഒരു പേരോ, അതാരാ കൊണ്ടുവന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യണം? നമ്മളൊന്ന് അത് നോട്ട് ചെയ്ത് പോണം എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഇവിടെ ദാ നോക്കിക്കേ ആരാ എഴുതിയെന്ന് ഇവിടെയുണ്ട്. ബ്രിട്ടീഷ് സമൂഹ ശാസ്ത്രജ്ഞനായ സോഷ്യോളജിസ്റ്റ് ആയ ടി.എച്ച്. മാർഷൽ ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന സാമൂഹിക വർഗങ്ങളും ആഹ്, സോറി പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന പുസ്തകത്തിൽ പൗരത്വത്തെ ഇപ്രകാരം നിർവചിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ്? ഒരു സമുദായത്തിലെ പൂർണ്ണ അംഗങ്ങളായവർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള ഒരു പദവിയാണിത്. ഈ പദവിക്ക് അർഹരായ എല്ലാവരും അവകാശങ്ങളുടെയും കടമകളുടെയും കാര്യത്തിൽ തുല്യരാവും എന്ന് പറയുന്നത്. ടി.എച്ച്. മാർഷലിന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ദ സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് അല്ലെങ്കിൽ പൗരത്വവും സാമൂഹിക വർഗങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എ ആണ്. ടി.എച്ച്. മാർഷൽ ആണ്. ഇനി രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന എസ്.സി.ആർ.ടിയിലും എൻ.സി.ആർ.ടിയിലും ഒക്കെ രാജ്യസഭയെ കുറിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ എസ്.സി.ആർ.ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതിലോട്ട് പോവാം. രാജ്യസഭ സ്ഥിരം സഭയാണെന്ന് നമുക്ക് അറിയാം. അതൊരിക്കലും പിരിച്ചു വിടപ്പെടുന്നില്ല. രാജ്യസഭ ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് തന്നെയാണ്. രാജ്യസഭാംഗത്തിന്റെ കാലാവധി 5 വർഷമാണോ? അപ്പൊ ഇതും ഈ സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷൻ വരൂലേ അല്ലെ? രാജ്യസഭാംഗത്തിന്റെ കാലാവധി 5 വർഷമല്ല 6 വർഷമാണ്. 6 വർഷമാണ്. എങ്ങനെയാണ് രാജ്യസഭ സ്ഥിരം സഭയാകുന്നത്? അതായത് രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. പക്ഷെ രാജ്യസഭാംഗങ്ങൾക്ക് കാലാവധി ഉണ്ട് ല്ലേ? ഈ രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 6 വർഷമാണ് ല്ലേ? ഒരു രാജ്യസഭാംഗത്തിന് അല്ലെങ്കിൽ എംപിയുടെ കാലാവധി എന്ന് പറയുന്നത് രാജ്യസഭാ എംപിമാരുടെ കാര്യാട്ടോ പറയുന്നത്. ലോക്സഭാ എംപിമാർക്ക് 5 വർഷം തന്നെയുള്ളൂ. രാജ്യസഭാ എംപിമാരുടെ കാലാവധി 6 വർഷമാണ് ല്ലേ? അപ്പൊ അത് ഓരോ 2 വർഷം കൂടുമ്പോഴും എന്താണ് കുറച്ച് പേര് എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും നമുക്കറിയാം. പിന്നെ ആ ഒഴിവിലേക്ക് എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇങ്ങനെയാണ്. അതായത് 1/3 അംഗങ്ങൾ എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള 1/3 അംഗങ്ങൾ പിരിഞ്ഞു പോകുന്നു. ആ ഒഴിവിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അങ്ങനെ അത് എപ്പോഴും ഫില്ലാക്കി പോകുന്നു. എല്ലാവരുടെയും കാലാവധി ഒന്നിച്ചല്ല എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അങ്ങനെയാണ്. രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഞാൻ ജസ്റ്റ് വായിക്കാം. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടി. ഇനിയോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. 30 വയസ്സ് പൂർത്തിയാക്കിയ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. അടുത്തത് 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായിട്ട് ബന്ധപ്പെട്ട? നമുക്കറിയാം ഇത് വനിതാ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത്. നമുക്ക് വായിക്കാം. മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണം നമുക്കറിയാം 103ാം ഭേദഗതിയാണ് അല്ലെ? മുന്നോക്കം എന്ന് ആലോചിച്ചാൽ 3 മുന്നോക്കം എന്നങ്ങ് ആലോചിച്ചാൽ മതി. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. ഇതല്ലേ നമ്മുടെ ആൻസർ? യെസ്, അതാണ് 106ാം ഭേദഗതി. ഇനി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 10 വർഷത്തെ കൂടി സംവരണം ദീർഘിപ്പിച്ചത് നമുക്കറിയാം 104ാം ഭേദഗതി. ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കിയ 104ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും 10 വർഷത്തേക്ക് നീട്ടുന്നത് പട്ടികജാതി പട്ടികവർഗ സംവരണം. ഇനി സംവരണ ആവശ്യത്തിനായി സംസ്ഥാനങ്ങൾക്ക് മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ പട്ടിക തയ്യാറാക്കാനുള്ള അധികാരം, അതായത് സംസ്ഥാനങ്ങൾക്ക് പോയ അധികാരം 102ാം ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങൾക്ക് പോയ അധികാരം വീണ്ടും തിരിച്ചു കിട്ടിയത് എപ്പോഴാണ്? 105ാം ഭേദഗതിയിലൂടെ ആണ്. നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? ബി ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയല്ലേ ഭരണഘടന നിർമ്മിച്ചത്? യെസ്, ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അതും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് വിഭജിച്ചിട്ടില്ല. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയില്ലേ, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ അന്ന് പാകിസ്ഥാൻ ഇല്ല. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ് അല്ലെ? അപ്പം 1, 2 ല്ലേ? 1ഉം 2ഉം ബി ആണ് നമ്മുടെ ആൻസർ. ചിലപ്പം ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നും. ഇന്ത്യ പാകിസ്ഥാനും കൂടെ ചേർന്നതാണല്ലോ അന്ന് എന്ന് പറയുന്നത് ഭരണഘടന. അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ എന്ന്. പക്ഷെ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അന്ന് ഫോം ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാലോ.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. വിഭജിക്കാത്ത ഇന്ത്യ എന്നാണ് അവിഭക്ത ഇന്ത്യ എന്നുള്ളതിന് അർത്ഥം. തെരഞ്ഞെടുത്ത ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഔപചാരികമായി ഭരണഘടന രൂപീകരിച്ചത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നായിരുന്നു. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന നിലയിൽ 1947 ഓഗസ്റ്റ് 14 വീണ്ടും സമ്മേളിച്ചു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. താഴോട്ട് നമുക്ക് വേണ്ട പോയിന്റ് മാത്രം വായിക്കാം. ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. പിന്നെ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഓരോരോ എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഭരണഘടനാ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പുതുതായിട്ട് PSC പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. SCRT, NCERT എന്നൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് പിന്നെ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.